ഹായ് നമസ്കാരം, ഏവർക്കും കുരട്സ് മാനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു വിശേഷം പങ്കിടാൻ വന്നതാണ്. എൻ്റെ വീടിന് മുറ്റത്തുള്ള സബർജല്ല അല്ലെങ്കിൽ പെയർ ട്രീ ആണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് വെളിയിൽ കുറേ പുല്ലൊക്കെ ഉണ്ട്, അതിങ്ങനെ വെട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യാണ് കുറച്ച് വളരാനായിട്ട്. വീട് പണിയുടെ ഒക്കെ കാര്യമായപ്പോഴത്തേന് മൊത്തം പോയി. അപ്പം അതൊന്ന് വളർത്തിയിട്ട് വെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ പുതിയ വീട്, 7ാമത്തെ നമ്പർ വീട്. അമേരിക്കയിലുള്ള ഞങ്ങളുടെ പുതിയ വീടാണ്. ഏകദേശം 6 മാസത്തോളമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഞങ്ങളുടെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെ കുറേ വീടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് സംഭവം. പക്ഷേ ഇത് മാത്രമല്ല കാണിക്കാന്ന് വെച്ചാൽ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു പാട്രിയാണ്. ഇത് വീടാണെങ്കിൽ വീട് കാണാൻ പറ്റാത്ത രീതിയിലൊരു പാട്രി കൂടെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പോൾ വീട് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ആളാണിത്. അപ്പോൾ ഇതാണ് പെയർ, നമ്മുടെ നാട്ടിലെ സബർജെല്ലി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സബർജെല്ല് മരത്തിൻ്റെ കായ്കൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വിശേഷം. അപ്പം ഞങ്ങൾ മലയാളികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ടിപ്പാണ്. അപ്പം ഈ പെയർ ട്രീ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ഇത് ഫ്രൂട്ട് ബാഗ് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചിടുക. പക്ഷേ ഇടുമ്പോൾ ഈ ഒരു പരുവം ആവുമ്പോൾ അതിന് മുന്നേ വേണം നമ്മൾ ഈ ബാഗ് ഇടാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പുഴു കയറും. ഇതുപോലെ സ്പോട്ട് വന്നിട്ട് എല്ലാം നശിച്ചു. അപ്പം ഞങ്ങൾ ഓൾറെഡി ഇതൊക്കെ ഇങ്ങനെ കുറേ വലുതായി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിട്ടത്. അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഇങ്ങനെ വന്നു. അല്ലെങ്കിൽ സൾഫർ എന്ന് പറയുന്ന ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടും, അത് ഓർഗാനിക്കാണ്. അത് ഏർലി സ്പ്രിങ്ങിന് മുന്നേ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഇപ്പോൾ ഇതുവരെ അത് ഉപയോഗിച്ചില്ല, അടുത്ത വർഷം ഉപയോഗിക്കും. അപ്പോൾ ഈ സൈഡിൽ കണ്ട, ഈ സൈഡിൽ ഒരെണ്ണം പോലും ഇല്ല, കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് ആളുകളെല്ലാം കുറച്ചുകൂടി പോകും. ഇതെല്ലാം ഉണങ്ങിപ്പോയി, ചൂടും പിന്നെ ഇവിടെ ഈ പണി ഉണ്ടായതുകൊണ്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. 100 ബാഗ് വാങ്ങിച്ചു. 200 അല്ല, 500 എണ്ണത്തോളം ഉണ്ടായിരുന്നു. കാരണം ഞാനിത് ഓരോ ദിവസം ഇത് പറിക്കി വന്നിട്ട് വേറെണ്ണത്തിനകത്ത് ഇട്ട് കൊടുക്കുക. അടുത്ത പ്രാവശ്യം ഒരു ബണ്ടിലൂടെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു പെയറാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് നല്ല മഞ്ഞ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഉള്ള ഈ ഇതുണ്ടല്ലോ, പെയറിന് നല്ല മധുരമാണ്. ഞാൻ ഒരെണ്ണം പറിച്ച് എടുക്കാം. അത്യാവശ്യം ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എന്താണ്ട് ഇതൊന്ന് അതെ. അപ്പോൾ ഇത് ഫ്രൂട്ട് ബാഗിനകത്തായതുകൊണ്ട് അധികം ഇൻസെക്ട്സും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 1 ടൈമിൽ മാത്രമേ ഇതിന് പെസ്റ്റ് അടിച്ചിട്ടുള്ളൂ. പെസ്റ്റ് എന്ന് വെച്ചാൽ ഓർഗാനിക്കാണ്. അല്ലെങ്കിൽ ഡിഷ് വാഷ് സോപ്പും നമ്മളുടെ എന്താ പറയുക വേപ്പിൻ്റെ എണ്ണ ഉണ്ടല്ലോ, നീം ഓയിൽ, അതുകൂടെ ചേർത്ത് അടിച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ വെജിറ്റബിളിനൊന്നും വേറൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. കണ്ടോ, വെള്ളം ഒഴുകും പോലെ ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ആപ്പിൾ പെയറാണിത്. അമേരിക്കയിൽ എവിടെയെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നാട്ടിലും കിളിക്കും കേട്ടോ. ഇതിൻ്റെ മരം കിട്ടുവാണെങ്കിൽ അത് ട്രൈ ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും വളരെയധികം സന്തോഷം. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പം വീഡിയോസൊക്കെ കാണുക. വളരെയധികം സന്തോഷം എല്ലാം സപ്പോർട്ട് ചെയ്തതിന്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.